പത്തനംതിട്ട സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയും നന്ദുവും കൂടെ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നത് അനിയുടെ ആവശ്യം എത്രയും പെട്ടെന്ന് എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. എനിക്കിത്തിരി തിരക്കില്ല, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അനി പറയുക, എനിക്കാണെങ്കിൽ ഒന്നും അറിയേണ്ട കാര്യമില്ല, എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയേണ്ട സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കടൽത്തീരത്ത് വെച്ച് കാണാമെന്ന് അവർ ഉറപ്പ് നൽകി ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ പോയി ഇരുന്ന് സംസാരിക്കുകയാണ്. പറഞ്ഞപ്പോഴത്തേക്കും നന്ദു ചോദിക്കുക, ഇത്രത്തോളം തിരക്കിട്ട് എന്നെ വിളിക്കാൻ എന്താ കാര്യം? അത് നിനക്ക് മനസ്സിലായില്ലേ? നിൻ്റെ കല്യാണാലോചനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് അറിഞ്ഞത് മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നന്ദു പറയുക, എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അനിയുടെ കല്യാണാലോചന വന്നും എൻഗേജ്മെൻറ്റിൽ എത്തിയിട്ടും അപ്പോൾ എനിക്ക് എന്തായിരിക്കും പ്രതികരണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. ഇത് കേട്ടത് അനി പറയുക, മനസ്സിലായി, എനിക്കുണ്ടായ അതേ അവസ്ഥയാണ് നിനക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ഒരു വ്യക്തതയും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ നവീന് എന്തുദ്ദേശത്തോടെയാണോ എന്നൊന്നും അറിയില്ല. വീട്ടിൽ തന്നെ കല്യാണം ആലോചിച്ച് പോയിരിക്കുക. ഇനി ഞാൻ എന്തു ചെയ്യണം എന്നൊക്കെ നീ അനി പറഞ്ഞു തരേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനിയുടെ അടുത്ത്. ആ സമയത്ത് അനി പറയുക, എനിക്ക് ഒന്നും പറയാനില്ല, നല്ലതാണെങ്കിൽ നടക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും നന്ദു പറയുക, കണ്ടോ നിനക്കിപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? ഞാനാണെങ്കിൽ നിൻ്റെ അടുത്ത് ഇങ്ങനെയല്ലല്ലോ പെരുമാറിയിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് തോന്നല. എന്തായാലും ഇപ്പോൾ നവീനെ പോലുള്ള ഒരു പയ്യനെ കിട്ടിയപ്പോഴത്തേക്കും നിനക്കാണെങ്കിൽ എന്താ ഒരു മാറ്റം പറ്റിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു വക്കീലല്ലേ, അതിൻ്റെ ഒരു ഗമയും നിനക്ക് കാണാതിരിക്കില്ലല്ലോ. നീയാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയും അതുപോലെ തന്നെ വക്കീലും, നല്ല ചേർച്ചയല്ലേ എന്നൊക്കെ അനി പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദു പറയുക, എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നും കേൾക്കാൻ്റെ ഒരു സാവകാശവും എനിക്കിപ്പോൾ ഇല്ല. എന്തായാലും വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുക. എല്ലാം ശരിയായി വന്നപ്പോഴത്തേക്കും അടുത്ത് നിൻ്റെ ഒരു കല്യാണാലോചന. പക്ഷേ വീട്ടിലാണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ നടത്തിയിരിക്കുക. ഈ കല്യാണത്തിന് നടക്കണമെന്ന് പറഞ്ഞ് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു. ആ സമയത്ത് അനി പറയുക, മുത്തശ്ശൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയട്ടെ, പറഞ്ഞിട്ട് ഇനി എന്തായിരുന്നാലും വരണത് വഴിയിൽ തങ്ങില്ലല്ലോ എന്ന് പറയുന്നത് പോലെ എന്താ വരട്ടെ എന്നൊക്കെ വിചാരിച്ച് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട ഉടനെ പറയുന്നുണ്ട് നന്ദു ആണെങ്കിൽ, ഇനി ഞാൻ ഒരിക്കലും തന്നെ ഇനി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരില്ല, വന്നു കഴിഞ്ഞാൽ ഇനി വേറെ വിഷയമാവും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ കാറിലൂടെ പോയപ്പോഴത്തേക്കും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട അനിയെയും നന്ദുവിനെയും നോക്കിക്കൊണ്ട് കുറേ നേരം നിന്നിട്ട് വീട്ടിൽ പോയിട്ട് ഫോൺ ചെയ്യുക അനിയുടെ അടുത്ത് എവിടെ നിൽക്കുവാന്ന്. എന്നാൽ അനി കള്ളവ് പറഞ്ഞത് ഈ കള്ളം പറച്ചിലൂടെ മനസ്സിലാക്കിക്കൂടെ എന്തോ ഒരു തെറ്റുണ്ടെന്ന് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശൻ വന്നപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ കണ്ടല്ലോ എവിടെ വെച്ചെന്നൊക്കെ ചോദിച്ചിട്ടും ഒരു സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നില്ല. എന്നെയല്ലേ ആയിരിക്കും കണ്ടത്, വേറെ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ നിങ്ങളെ തന്നെ കണ്ടത്, എന്നിട്ട് എന്തിനെങ്ങനെ കള്ളം പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദു ആണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, കല്യാണം നടക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തത ഉണ്ടായിരിക്കും, അല്ലാതെ പെട്ടെന്നല്ലല്ലോ കല്യാണമൊക്കെ നടക്കുന്നേ. ആലോചിച്ചെടുക്കേണ്ട തീരുമാനം അതൊക്കെ വലിയവർ തന്നെ തീരുമാനിക്കട്ടെ, നമുക്ക് അതിൽ കൂടെ നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ നന്ദുവും അനിയും കൂടെ പറയുക, ഫോൺ വിളിച്ച് ആരെന്നറിയാമോ? നയന ചേച്ചിയാ. എന്തായാലും അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിൻ്റെ കാര്യം, അതുകൊണ്ട് തന്നെ അവരറിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നത്. അങ്ങനെ ചോദിക്കുക, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നോ? ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്, ഇന്ന് എൻ്റെ വക സ്പെഷ്യൽ കറികളൊക്കെയാണ് ഇന്നുള്ളത്, അതുകൊണ്ട് തന്നെ നേരത്തെ നീ കൂടെ വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അനിയാണെങ്കിൽ പറയും, ആരെ വിളിച്ചുകൊണ്ട് വരണ കാര്യം പറഞ്ഞത്? ഇല്ല, നവീൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിൻ്റെ ഫ്രണ്ടല്ലേ നവീന് കല്യാണാലോചന വന്നപ്പോൾ മുതൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി, നിനക്ക് സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നവീൻ്റെ അമ്മയുടെ അടുത്ത്. അങ്ങനെ നവീൻ്റെ അമ്മയാണെങ്കിൽ പറയുക, അനി വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു സൽക്കാരം തന്നെ നമുക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നവീനെ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട്, ഇവരുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ
ഇങ്ങനെയൊന്നും ഒരിക്കലും ഡൈവേഴ്സിൻ്റെ വക്കിലെത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടത് നന്ദുവിനടുത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടായിരുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺസ്റ്റബിളിന് എവിടെയാണെന്ന സത്യം മിഥുവിന് പറഞ്ഞു കൊടുക്കുകയും മിഥുനാണെങ്കിൽ അന്തം വിട്ട് ഭയങ്കര ദേഷ്യത്തിൽ, അതുമാത്രമല്ല എന്തൊരു വൈരാഗ്യം അനി പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ആകപ്പാടെ എനിക്കൊരു വിഷമത്തിലാണ്. ഇതെന്ത് മാറ്റിയെടുക്കാൻ എനിക്ക് എവിടെയും പോകണമെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എവിടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അത് നീ ഇവിടെ വരുന്നോ? നമുക്ക് പൊന്മുടിയിലൊന്ന് പോയിട്ട് വരാം. അവിടെ ഒരു ദിവസം കഴിഞ്ഞ് വരാം. അവിടെ പോകുമ്പോഴത്തേക്കും നമുക്കെല്ലാം ഓക്കെ ആവും. ഇതിനെക്കുറിച്ച് ചിന്തകളെ മാറും. ഇപ്പോഴത്തേക്കും നിൻ്റെ ഈ കല്യാണാലോചന വന്നേ പിന്നെ എനിക്ക് അതിനെക്കുറിച്ചാണ് ചിന്ത. എന്തായാലും അതിനൊരു തീരുമാനം എടുക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നന്ദുവാണെങ്കിൽ പറയുക, വേണ്ട അങ്ങനെയൊന്നും പോകണ്ട, വീട്ടുകാരറിഞ്ഞാൽ അത് ഒരു പ്രശ്നമാവും എന്നൊക്കെ പറയുന്നുണ്ട്. നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അനി. അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും കൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും നവീന് നിൽക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി മറഞ്ഞു നിൽക്കുക നവീന്. അങ്ങനെ നവീന് ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ച് അനിയോട് സംസാരിക്കുന്നുണ്ട്. നീ എവിടെയാണ് നിൽക്കുന്നേ? പക്ഷേ അനിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ വേറെ സ്ഥലത്ത് നിൽക്കുക, എന്താ ഞാൻ ഒരു മീറ്റിങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് കണ്ടിട്ട് നവീനാണെങ്കിൽ കള്ളത്തരങ്ങൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നവീനാണെങ്കിൽ അടുത്ത് പോയാലോ എന്ന് പോലും ചിന്തിച്ചു പോകുന്നുണ്ട്. എന്നാലും അവൻ്റെ ഫോൺ കട്ടാക്കിയിട്ട് നവീന് പറയുന്നുണ്ട്, എന്തായാലും അവന് ഞാനൊരു പണി കൊടുക്കും. രണ്ടുപേരും ഞാൻ എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലും ഇത് കുളമാക്കി ഞാൻ കയ്യിൽ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടതും ചോദിക്കുക, ആരെ വിളിച്ചത് എന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അത് നവീനാണ് വിളിച്ചത്. എന്തോ ഞാൻ ഇവിടെ നിന്ന് അന്വേഷിക്കാൻ വിളിച്ചതാ. എന്തായാലും അവൻ പറഞ്ഞായിരുന്നു നിൻ്റെ കാര്യം, കല്യാണത്തെക്കുറിച്ചൊക്കെ. ഞാനാണെങ്കിൽ ഒരക്ഷരവും മിണ്ടിയില്ല. ഇപ്പോഴാണെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല എന്നെ ഇപ്പം വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിലും എപ്പോഴും വ്യക്തമായിട്ട് മറുപടി പറയണം. വക്കീലല്ലേ, ഏത് രീതിയാണ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ആ നവീനെ പോലുള്ളൊരു പയ്യനെ എനിക്ക് നോ പറയാൻ പറ്റില്ല. എന്തായാലും അത് അനിയോട് എടുക്കേണ്ട തീരുമാനമാണ്. അനിയാണെങ്കിൽ വ്യക്തമായ തീരുമാനം എടുത്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു വിഷമത്തിലിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഏറ്റവും വലിയ രീതിയിലെടുത്തത് എൻ്റെ ഒരു കല്യാണമാണ്. അതാ ഇപ്പം സ്വപ്നമാകാൻ പോകുന്നതെന്ന് എപ്പോഴും അമ്മ പറയാറുണ്ട്. അതുകൊണ്ട് എനിക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അനി പറയുക, നീ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എന്തായാലും വിധി പോലെ നടക്കട്ടെ എന്ന് എനിക്ക് പറയാൻ ഇപ്പോൾ പറ്റുള്ളൂ. പക്ഷേ അനി എനിക്ക് മറക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് നന്ദു തുറന്ന് പറയും.